തന്റെ 3 വയസ്സുള്ള മകനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ദയ. ഇടയ്ക്കൊക്കെ ദേഷ്യപ്പെടുന്നുമുണ്ടായിരുന്നു. അപ്പോഴാണ് ദയ ശ്രദ്ധിച്ചത്, തന്റെ മകന്റെ അതേ പ്രായമുള്ള ഒരു കുട്ടി വീടിന്റെ ഒരു സൈഡിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അത് ആരുടെ കുട്ടിയാണെന്ന് ദയ അമ്മയോട് ചോദിച്ചു. വീട് ക്ലീൻ ചെയ്യാൻ വന്ന ഒരു സ്ത്രീയുടെ മകനാണ് അത്. ദയ അവനെ കൗതുകത്തോടെ നോക്കി. കാരണം തന്റെ മകന്റെ അതേ പ്രായമാണ് എന്നത് മാത്രമല്ല, അവൻ വളരെ ആസ്വദിച്ച് അവന് കൊടുത്ത ദോശയും ചമ്മന്തിയും വളരെ സ്പീഡിൽ തന്നെ കഴിച്ചു. ആ കഴിച്ചു കഴിഞ്ഞതിന്റെ തൃപ്തി അവന്റെ മുഖത്തുണ്ട് താനും. ദയ പെട്ടെന്ന് വിഷമത്തോടെ ചിന്തിച്ചു, തന്റെ മകന്റെ പിറകെ ഒരു ദോശയുമായി എത്ര നേരമായിട്ട് നടക്കുകയാണ്. എന്നാൽ ഈ കുട്ടി എത്ര പെട്ടെന്നാണ് തനിയെ അത് കഴിച്ചു തീർത്തത്. ദയയ്ക്ക് അവനോടൊരു കൗതുകം തോന്നി. പിന്നീട് അവനും അവന്റെ അമ്മയും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ദയ അമ്മയോട് പറഞ്ഞു, ആ മോൻ എത്ര പെട്ടെന്നാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വളരെ സന്തോഷവാനുമായിരുന്നു. അപ്പോഴാണ് ദയയുടെ അമ്മ ഒരു കാര്യം അവളോട് പറഞ്ഞത്. അവരുടെ വീട്ടിൽ പലപ്പോഴും ഭക്ഷണം ഉണ്ടാകാറില്ല. 3 നേരവും കഞ്ഞിയാണ് വെക്കാറുള്ളത്. അതും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടുള്ള കഞ്ഞി. ആ കഞ്ഞിക്ക് കൂട്ടിക്കഴിക്കാൻ കറിയൊന്നുമില്ല. പലപ്പോഴും മുളകും ഉപ്പും കൂട്ടിയുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കും. ആ കുട്ടിയെ സംബന്ധിച്ച് ഇന്ന് കഴിച്ചത് നല്ല ഭക്ഷണമാണ്. അവന് വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഭക്ഷണം. പലപ്പോഴും അവന്റെ അമ്മ ഇവിടെ ജോലിക്കായി വരുമ്പോൾ പറയാറുണ്ട്, എന്റെ മകന് എന്തു കൊടുത്താലും കഴിച്ചോളും. കാരണം അവന് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒന്നും അധികം അറിയില്ലല്ലോ. പലപ്പോഴും ശീലമുള്ളത് കഞ്ഞിയും ചമ്മന്തിയും മാത്രമാണ്. ദയ അല്പം വേദനയോടുകൂടി ആ കുട്ടിയെ മനസ്സിലോർത്തു. അവന്റെ നിഷ്കളങ്കമായ മുഖവും പെട്ടെന്ന് ദോശ ആസ്വദിച്ച് കഴിച്ചതും എല്ലാം ദയയുടെ മനസ്സിൽ ഓടി വന്നു. നമ്മുടെ സാഹചര്യങ്ങളെ ഒട്ടും പഴിക്കാതെ അതിനെ ആസ്വദിച്ച് ജീവിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരുന്ന ഒരു കുഞ്ഞു മാതൃക, എന്നാൽ അതൊരു വലിയ മാതൃകയായിട്ടാണ് അവൾക്ക് തോന്നിയത്. ആ കുഞ്ഞിന്റെ പ്രവൃത്തി നമുക്ക് പലർക്കും വലിയ മാതൃകയാണ്.